ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഓക്കെ, ഇന്ന് സ്പെഷ്യലായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയാൻ ശ്രമിക്കുന്നത് നോക്കാം. അന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, നമുക്ക് ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത്, കാർഡ്സ് നിങ്ങൾക്ക് എന്താ ഗൈഡൻസ് തരുന്നത് നോക്കാം. Okay, let's see. Queen of Wands, King of Swords, Seven of Cups, and Seven of Pentacles again. Sorry. Okay. നിങ്ങളിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ എനർജി ആയിട്ടാണ് ഞാൻ പിക്ക് ചെയ്യുന്നത്. അതിപ്പോൾ ലേഡീസ് ആവണമെന്നില്ല, നിങ്ങൾ ജെൻസ് ആയാലും ഓക്കെ. നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ, നിങ്ങളുടെ എന്താ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു റെസ്പെക്റ്റബിൾ ആയിട്ട് നിൽക്കുക എന്ന് പറയില്ലേ, നിങ്ങളുടെ ഒരു കഴിവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് പെരുമാറ്റം, നിങ്ങളുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകൽ, അതെല്ലാം ഓക്കെ. മറ്റുള്ളവർ ഒരുപാട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തന്നെ ആക്ച്വലി അവനവൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവും. വളരെ പോസിറ്റീവായിട്ടൊരു ഫീലിംഗ് ആണ് എനിക്ക് കാണുന്നത്. കയ്യിലൊരു സൺഫ്ലവറൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ റെഡിയാണ് ഇന്നത്തെ ദിവസം. ഐ തിങ്ക് എന്തും നേരിടാൻ നിങ്ങളൊരു ധൈര്യത്തിൽ, ഐ തിങ്ക് എന്തോ ഉള്ളിൽ നിന്നൊരു കോൺഫിഡൻസ് വരുന്ന പോലെയാണ്. നിങ്ങളിന്ന് കാണാൻ തന്നെ മേ ബി നിങ്ങളിന്ന് ആക്ച്വലി എനിക്കെന്തോ ഫീൽ ചെയ്തു ദാറ്റ് നിങ്ങൾ അവനവനെ ഇന്ന് വളരെയധികം കെയർ ചെയ്ത് ഒരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. സോ മേ ബി ബ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ഒരല്പം താല്പര്യം എടുക്കുന്ന ദിവസമായിരിക്കാം. ഓക്കെ, അതിൻ്റെ ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ, കിങ് ഓഫ് സോർഡ്സ് പറയുമ്പോൾ മേ ബി നിങ്ങൾ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൂടി നിൽക്കുന്നത്. ഓൾറെഡി പറഞ്ഞു ഞാൻ, എൻ്റെ ഇവിടെ കുറച്ചുകൂടി നിങ്ങൾ ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി, അതായത് എന്തും ലൈക്ക് വെട്ടി തുറന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു തരത്തിൽ കൂടെ എനിക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി ആരെങ്കിലുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റ് വന്നേക്കാം. കോൺഫ്ലിക്റ്റ് എന്ന രീതിക്കല്ല, നിങ്ങളുടെ ആ കോൺഫിഡൻസ് നിൽക്കുന്ന കാണുമ്പോൾ, നിങ്ങൾ അങ്ങനെ ഒരു കോൺഫിഡൻസിൽ നിൽക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ ആരെങ്കിലും ഇന്ന് നിങ്ങളെ ചിലപ്പോൾ ഒന്ന് എതിർത്ത് നിൽക്കുന്ന ഒരു തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആരെങ്കിലുമായിട്ടൊരു ചെറിയ കോൺഫ്ലിക്റ്റ് വരാം. പക്ഷേ ഐ തിങ്ക് നിങ്ങളന്ന് അതൊരു നിങ്ങൾക്ക് ബോദർ ചെയ്യുന്നൊരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ബിക്കോസ് ക്വീൻ ഓഫ് വാൻസ് പറയുമ്പോൾ വളരെ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതിൻ്റെ ഇവിടെ ആര് നിങ്ങളെ എതിർത്താലും ശരി, ആര് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് ഇന്ന് അത് നിങ്ങളെ ബോദർ ചെയ്യും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ആൻഡ് ബോദർ ചെയ്യാൻ വിടണ്ട എന്നുകൂടിയാണ്. ഇത് ആരെങ്കിലും ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഒന്ന് വേണം വെച്ച് നിങ്ങളെ എതിർക്കുക, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ബിഹേവ് ചെയ്യുക, ചിലപ്പോൾ വേദനിപ്പിക്കുന്ന തരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കുക, അങ്ങനെ വല്ല കാര്യങ്ങൾ വരാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളത് തീരെയും ഇന്ന് ബോദർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരു മട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സെവൻ ഓഫ് കപ്സ് ആക്ച്വലി നിങ്ങളുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ അതിലേക്കൊക്കെ ശ്രദ്ധ കൊടുത്ത് ഐ തിങ്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കിങ് ഓഫ് സോർഡ്സും സെവൻ ഓഫ് കപ്സ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. കിങ് ഓഫ് സോർഡ്സ് എനർജി എന്താ കാണിക്കുന്നത്? സെയിം തിങ്. ഓക്കെ, യെസ്, നിങ്ങൾ ഐ തിങ്ക് ആരുമായിട്ട് ഒരു ചെറിയൊരു ഫൈറ്റ് വരാനുള്ള സാധ്യതയാണ്. ദാറ്റ്സ് ഫൈൻ. യെസ്, ഓക്കെ, മേ ബി ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. ആ വ്യക്തി മേ ബി നിങ്ങളോട് ഇന്ന് വളരെ ആർഗ്യുമെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ വളരെ ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ അത് കണ്ടിട്ട് ചിലപ്പോൾ ചിലവർക്ക് ഒരു ഇറിറ്റേഷൻ വരും. അതുണ്ട്, ചിലവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. മേ ബി അവരുടെ ലൈഫിലെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളതിന് ഐ തിങ്ക് നിങ്ങളോട് ഒരു ആർഗ്യുമെൻ്റ് വരാം, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരം, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഐ തിങ്ക് നിങ്ങൾ ഓക്കെയാണ്. ഓക്കെ, നിങ്ങൾ അതിലേക്കൊന്നും ബോധേഡ് അല്ല. നിങ്ങൾ ഐ തിങ്ക് ലീസ്റ്റ് ബോധേഡ് എന്ന തരത്തിലാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ ആലോചിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ പോയി തലയിടാൻ പോകുന്നത്, അവരെ എന്തോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്റ്റഡിനെസ് തരുന്ന വേറെ വ്യക്തികളുണ്ടാവും, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുക. ആക്ച്വലി ഇതൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും തർക്കിക്കാനോ ആർഗ്യുമെൻറ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാം.
ഓക്കെ, നിങ്ങളതിന് യുനോ തല വയ്ക്കാനേ പോകണ്ട, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക. നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കരിയർ ഗ്രോത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, അതിലേക്ക് നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളിത് ലീസ്റ്റ് ബോധേഡ് ആണ്. അവിടെ എന്താ ഇടയിൽ നടന്നാലും ശരി, എനിക്ക് ബോധേഡ് അല്ല എന്ന മട്ടിലാണ്. സോ അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും. ഓക്കെ, ഇതൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ലൈക്ക് എന്തെങ്കിലും സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലുമായിട്ട് ആർഗ്യുമെൻറ്റ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന അവിടെ തടസ്സങ്ങൾ വരിക, അങ്ങനത്തെ വല്ല കാര്യങ്ങൾ ചിലപ്പോൾ നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഐ തിങ്ക് നിങ്ങൾ ബോധേഡല്ല. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ പല തടസ്സങ്ങൾ വരുമ്പോൾ ഐ തിങ്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ഐ തിങ്ക് അതിൽ നിന്ന് മാറി നിന്ന് നിങ്ങളുടെ സ്വന്തം കാര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ കണ്ടുപിടിച്ച് ഐ തിങ്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഇന്ന് വളരെ കോൺഫിഡൻ്റ് ആയ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഒരു തരത്തിലും എനിക്കതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് ഇവിടെ വരുന്നില്ല. ഓക്കെ, യെസ്, ഇടയിൽ എന്ത് വന്നു പോയാലും ശരി, എനിക്ക് പ്രശ്നമല്ല. അത് ക്വീൻ ഓഫ് വാൻസിൻ്റെ ഒരു കഴിവാണ്. പ്രത്യേകം എടുത്ത് പറഞ്ഞേ പറ്റൂ. ക്വീൻ ഓഫ് വാൻസ് നമുക്ക് കാർഡിൽ ശരിക്കും ഞാനൊക്കെ ഇതിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല, പക്ഷെ ഇപ്പം ഞാൻ അതിന് കൊടുക്കാൻ തുടങ്ങി. ബിക്കോസ് എനിക്കറിയാം അതിൻ്റെ ഒരു പവർ എന്താണെന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, നമ്മൾ പറയില്ലേ ക്വയറ്റ് കോൺഫിഡൻസ് എന്ന് പറയും. അതായത് തർക്കിച്ചിട്ടോ ഇതാക്കാൻ പോയിട്ടോ അല്ല ജയിക്കുന്നത്. ഓക്കെ, നമ്മൾ സ്വന്തം കഴിവിൽ സ്വന്തം ഞാൻ എന്താണ് എന്ന വാല്യൂ തിരിച്ചറിഞ്ഞ്, ഓക്കെ, ഇതിൽ ഇമോഷൻസും ഉണ്ട്, നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യും, എല്ലാം ചെയ്യും, പക്ഷേ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് ഞാൻ ചെയ്യില്ല എന്ന് പറയില്ലേ, ആ തരത്തിലുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അത് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ. ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഓക്കെ, നിങ്ങൾ ആ ഒരു സെൽഫ് കോൺഫിഡൻസിലേക്കാണ് വരേണ്ടത്. ആൻഡ് നിങ്ങളുടെ സ്വന്തം ലൈഫ്, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഇടയിൽ ആരും എന്തോ വന്നോട്ടെ പൊക്കോട്ടെ, എന്തോ ചെയ്തോട്ടെ. ഓക്കെ, സോറി, എന്തോ എനിക്ക് ഇതിനൊരു നിങ്ങൾക്ക് ഒരു ഫൈനലായിട്ട് എന്തെങ്കിലും ഒരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കട്ടെ. ഒരു കാർഡ് കൂടെ എടുക്കാൻ തോന്നി എനിക്ക്. യെസ്, നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ സ്വന്തം കാര്യം നോക്കാം, മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് നല്ല തുടക്കങ്ങൾ വരും. ഹാർട്ട് ബ്രേക്കിനൊക്കെ അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കുക, വെറുതെ നോക്കാൻ പോയിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ സ്വന്തം കാര്യം നോക്കി, നിങ്ങൾക്കിത് ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് വരുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ മാറി നിൽക്കുമ്പോൾ, നിങ്ങൾ സൈലൻ്റ് ആയിട്ട് മാറിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കാണുമ്പോൾ അവർ സ്വയം താണോളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും, അവരുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ഇവിടെ ഏസ് ഓഫ് വാൻസ് നല്ല പുതിയ തുടക്കം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം ചെയ്യുക. ഓക്കെ, സ്വന്തം ലൈഫിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുക, അത്ര മതി. അഡ്വൈസ് കാർഡ്സ് ഇൻ ടു മീ ഐ സീ, അതാണ് കണ്ടോ, ടൈം മെഷീൻ, വെരി ഗുഡ്. ആൻഡ് ഹയർ വ്യൂ, endless possibilities and waking the lion. എനിക്ക് വലിയ ഇഷ്ടമാണ് ചില കാർഡ്സൊക്കെ. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് അവനവൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാം, നിങ്ങളെന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അത് നിങ്ങൾ തിരിച്ചറിയാം. മറ്റുള്ളവർ നിങ്ങളെ വാല്യൂ ചെയ്തോ ഇല്ലേ അത് വിട്ടേക്കൂ. ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വാല്യൂസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങുക. നിങ്ങളതിൻ്റെ അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുക എന്നാണ്. ഞാൻ ഇവിടെ ടൈം മെഷീൻ കാണുന്നുണ്ട്. സോ ഡിവൈൻ ടൈമിങ്ങിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം ഒരു സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ശരിയായിട്ട് വരും എന്ന രീതിക്കായിരിക്കാം. ടൈം മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് പാസ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, ഫ്യൂച്ചറിലേക്കും നമുക്കിപ്പോൾ കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ടൈമിനെ ഡിവൈൻ ടൈമിലേക്ക് ഡിവൈനിന് വിട്ടുകൊടുക്കാം. ഓക്കെ, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ്, ആക്ച്വലി എന്തും സംഭവിക്കുന്ന ഒരു ഡിവൈൻ ടൈമിലാണ് സംഭവിക്കുക എന്ന് പറയും. ഓക്കെ, നമ്മൾ എത്ര മാനിഫെസ്റ്റ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും അത് ഒരു പൊടിക്ക് നമ്മൾ പറയും ശരിക്കും അത് യൂണിവേഴ്സിൻ്റെ ഒരു സമയം ഉണ്ടാവും, ആ സമയത്തെ അത് നടക്കുള്ളൂ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രമിക്കാതിരിക്കരുത്, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏതാണ് ഡിവൈൻ ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, എനിവേ ഇവിടെ ഹയർ വ്യൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങളെ ഒരു ഹയർ പെർസ്പെക്റ്റീവ് എന്ന് കാണുക എന്നാണ്. അതായത് എന്തും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, ഓരോന്നിനും ഓരോ കാര്യം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ എനിക്കിപ്പോൾ ഇവിടെ ഈ സിറ്റുവേഷൻ ചേർത്ത് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആരോടെങ്കിലും ആർഗ്യുമെൻ്റ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളെ ബോദർ ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്നു എന്നുണ്ടെങ്കിൽ അതിനൊക്കെ മേലെ എന്താണ് ഇതിന് കാരണം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ദൂരെ നിന്ന് കാണണം എന്ന് പറയാം, അടുത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. ആൻഡ്
ഓക്കെ, എൻലെസ് പോസിബിലിറ്റീസ്. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 7 ഓഫ് കപ്സ്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് വഴികളില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. ഒരു വഴി അടഞ്ഞാലും വേറെ പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ട് വരും. അത് പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് മാറ്റർ. ഓക്കെ, നിങ്ങളത് കാണാൻ നിങ്ങളാണ് തയ്യാറാവേണ്ടത്. എൻ്റെ ഇവിടെ വേക്കിംഗ് ദ ലൈൻ, ഇതാണ് ആക്ച്വലി എനിക്ക് ക്വീൻ ഓഫ് വാൻസുമായിട്ട് എനിക്ക് നല്ല മാച്ച് ഉണ്ടത്. ശരിക്കും ഇവിടെ ഈ ക്വീൻ ഓഫ് വാൻസിന് ആക്ച്വലി ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ സിംഹാസനത്തിന് ഇവിടെ താഴെ ലയൺ ഉണ്ട് 2 വശത്തും. ഓക്കെ, സോ ആ ഒരു ലയണിൻ്റെ പവറുള്ള ഒരു ലേഡിയല്ല, ഒരു പേഴ്സൺ എന്ന രീതിക്ക് നിങ്ങൾ എടുക്കൂ. ഞാൻ ഇവിടെ പറഞ്ഞതും വേക്കിംഗ് ദ ലയൺ എന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ പവർ നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ലുക്ക് ഇൻ ടു യുവർ സെൽഫ് എന്നാണ്. നിങ്ങൾ അവനവനെ കാണാൻ തുടങ്ങുക. നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിലെ സിംഹത്തിനെ ഉണർത്തു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകലല്ല, ഒരിക്കലും അങ്ങനെ കരുതരുത്. നമ്മൾ ചില സമയത്ത് ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു തർക്കം ചെയ്ത് ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓക്കെ, നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ഇരുന്ന് ഒബ്സർവ് ചെയ്ത് കണ്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് പവർ വേറെയാണ്. ഓക്കെ, സൈലൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം. എപ്പോഴും നമ്മൾ വെറുതെ ചാടിക്കിടന്ന് കുറേ തർക്കിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അതിനേക്കാൾ പവറാണ് ചിലപ്പോൾ സൈലൻസിന്. ഓക്കെ, അത് ലയൺ അങ്ങനെ തന്നെയല്ലേ നടക്കുക, അങ്ങനെ മെല്ലെ സൈലൻ്റ് ആയിട്ട് പോയിട്ട് പെട്ടെന്ന് ചാടുക. സോ എനിവേ ഇവിടെ വേക്കിംഗ് ദ ലയൺ എന്ന് പറയുന്നുണ്ട്. നിങ്ങളിലുള്ള സിംഹത്തിനെ ഉണർത്തുക. നല്ല രസമുണ്ട്. എനിവേ 8, 3, 41, 38, 19 നിങ്ങൾക്ക് നമ്പേഴ്സ് എന്തെങ്കിലും റെസനേറ്റ് ആവാം. ആൻഡ് ഇവിടെ 8, 3, 41 പറയുമ്പോൾ 5, 11 പറയുമ്പോൾ 2, 19 അപ്പോൾ 10 പറയുമ്പോൾ 10 അല്ലെങ്കിൽ 1 അങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, ഈ നമ്പേഴ്സ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. നിങ്ങളുടെ എന്തെങ്കിലും ബർത്ത് ഡേറ്റോ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ദിവസങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്പേഴ്സ് എവിടെയെങ്കിലും നിങ്ങൾക്ക് മാച്ച് ആവാം. സോ നിങ്ങൾക്ക് അല്ലാത്തവർക്ക് ഇത് മാച്ച് അല്ല എന്നൊന്നും അർത്ഥമില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട. എനിക്ക് കാർഡ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഐ തിങ്ക് മുമ്പൊക്കെ എൻ്റെ ഫേവറേറ്റ് കാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ വേറെ ചിലതൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ഈ കാർഡിനോടാണ് ഏറ്റവും കൂടുതൽ. എനിവേ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.